നമസ്കാരം. മേഘാലയയിലെ ചിറാപുഞ്ചിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. മേഘാലയ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത്. പാക്കേജിലാകെ 8 സ്ഥലങ്ങളാണുള്ളത്. അതിൽ 4 സ്ഥലങ്ങൾ ഇതുവരെ യാത്ര ചെയ്തു. അതായത് 8 മണിക്കാണ് ഷില്ലോങ്ങിൽ നിന്ന് പുറപ്പെട്ടത്. ഇപ്പോൾ 1 മണിയായി. ഇനി അടുത്തത് 4 സ്ഥലങ്ങൾ കൂടെ കാണാനുണ്ട്. ഞങ്ങളിപ്പോൾ നിലവിൽ മൗസ്മൈ കേവിന്റെ തൊട്ട് മുന്നിലാണ്. കേവിലേക്ക് പോയി ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. നല്ലൊരു അനുഭവം തന്നെയാണ് കേവിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയത്. അടുത്തത് ഇനി ഏത് ഭാഗത്തേക്കാവും പോവുക? അതായത് ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിനി പോകുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഒരുപാട് കിടലൻ സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഹോണടിക്കുന്ന ബസ്സില്ലേ, അതിൽ തന്നെയാണ് നമുക്ക് പോകാനുള്ളത്. മൗസ്മൈ കേവിന്റെ ഈ ഭാഗത്തുനിന്ന് നേരത്തെ പറഞ്ഞില്ല ഒരു വ്യൂ പോയിന്റ്, അവിടത്തേക്ക് 3.5 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ എത്തും. ബസ്സിലാകെ ഇത്ര ആൾക്കാരേ ഉള്ളൂ. ഞങ്ങൾ ഏറ്റവും പുറകിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു വ്യൂ പോയിന്റിലേക്കുള്ള വഴി ഇതാണ്. ഒരു കട്ട് റോഡാണ്. ഒരു വണ്ടിക്ക് മാത്രം കഷ്ടിച്ച് പോകാൻ പറ്റും. അങ്ങ് മുകൾ ഭാഗത്ത് തന്നെയാണെന്ന് തോന്നുന്നത്. This is our next spot of the tour, the viewpoint to Bangladesh Land Select District. Okay, this is the Motpalong Park where you can see the Bangladesh land. As you can see, those plain area down there, it's not clearly visible, but it is still visible down there. You see all that plain area down there, that is all the land of Bangladesh. Okay, as soon as this hill end, it starts the land of Bangladesh, the plain area all down there. Okay, so 10 minutes here, you can go take some pictures, then we'll leave for our next spot, the Seven Sister Waterfall viewpoint. Okay, ബസ് വന്ന നിർത്തിയ സ്ഥലം ഇതാണ്. ആ ഭാഗത്തേക്കാണ് വ്യൂ പോയിന്റ്. ഇവിടുന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും ക്ലിയർ ആവുന്ന. ചെറുതായിട്ട് കോടയും ഉണ്ട്. ഇത് അങ്ങ കാണുന്ന ഭാഗമില്ലേ, അങ്ങോട്ടാണ് ബംഗ്ലാദേശ്. നമുക്ക് ഇവിടുന്ന് സൂം ചെയ്താൽ ഈ ഒരു ക്ലാരിറ്റി മാത്രമേ കിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഫോഗും കൂടി ഉണ്ടല്ലോ, അതാണ് വ്യക്തമാവാത്തത്. ഒരുപാട് ദൂരെയാണത്, അടുത്തൊന്നുമല്ല. കുറച്ചും കൂടെ ആ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ കിട്ടുമോ നമുക്ക് നോക്കാം. മുകൾ ഭാഗത്തെത്തിയപ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവുന്നുണ്ട്. അവിടെ ഒരു നദിയൊക്കെ ഒഴുകുന്നത് നമുക്ക് കാണാം. അതിന് ശേഷമുള്ളതാണ് വ്യക്തമാവാത്തത്. ഇപ്പം ഇതാ ഇത്രയും മാത്രം ക്ലിയർ ആവുന്നുണ്ട്. ബസ് നിർത്തിയ ഭാഗത്തുനിന്ന് ഞങ്ങൾ കുറച്ച് താഴെ ഭാഗത്തേക്ക് ഇപ്പോൾ നടന്നു വരികയാണ്. അതായത് ഈ ഒരു വ്യൂ പോയിൻ്റൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു ബോർഡ് ഉണ്ടാവുമല്ലോ, അതന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അത് അവിടെ ഒരു ബോർഡുണ്ട്, എനിക്ക് തോന്നുന്നു അത് തന്നെയാണെന്നാണ്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് അത് ശ്രദ്ധിച്ചില്ല. കാരണം ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ അതുകൂടെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഇപ്പം ഇങ്ങനെയാണ്. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് തെളിഞ്ഞേനെ അല്ലേ? അതെ, ഈ ഫോഗ് ആയതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ച പോലൊന്നും കാര്യങ്ങൾ നടക്കാത്തത്. പിന്നെ അതുപോലെ തന്നെ ചിറാപുഞ്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായിട്ടില്ല, അതായത് ഈർപ്പമുള്ളൊരു സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നൊരു സ്ഥലമാണ് ചിറാപുഞ്ചി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഉണ്ടല്ലോ, ആ ഒരു റെക്കോർഡ് ഇപ്പോൾ ഉള്ളത് മേഘാലയയിൽ തന്നെ മറ്റൊരു സ്ഥലം, അതായത് മൗസിൻറാമിനാണ്. അതായത് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നു എന്നുള്ളൊരു റെക്കോർഡ് ഉള്ളത്. നമ്മുടെ ബസ്സാണ് ഇപ്പോൾ അവിടെ നിന്ന് ഹോൺ അടിച്ചത്. നമ്മൾ ഇവിടെ നിന്നാണ് കയറുന്നതെന്ന് പറഞ്ഞു, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇവിടെ അടിപൊളി. ഇത് മൊത്തത്തിൽ തുരുമ്പെടുത്ത് കിടക്കുന്നുണ്ട്. ഇതിലൊന്നുമില്ല. ഇതിലെന്ത് കാണാനാ? ഒന്നുമില്ല അല്ലേ? പക്ഷെ അവിടെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. അവിടെ ഇതുണ്ടോ, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് തുരുമ്പ് പിടിച്ചു പോയി. ഇതൊന്നും എത്ര ടൂറിസ്റ്റുകൾ വരുന്നതാണ്. പിന്നെ വൃത്തിയല്ലേ, ഇനി ഇതിപ്പോൾ മാറ്റി തന്നെ എടുക്കണം. ഇനിയിപ്പം അടുത്തത് നമ്മൾ പോകുന്നത് 7 സിസ്റ്റേഴ്സ് വാട്ടർഫാളിന്റെ ഭാഗത്തേക്കാണ്. എനിക്ക് തോന്നുന്നു ഇതുവഴി ആകാനായിരിക്കും ചാൻസ് അല്ലേ? മേഘാലയത്തിൽ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ ആണ്. പിന്നെ അവിടെ തന്നെ മിക്കവാറും നമ്മൾ ഫുഡും കഴിക്കുന്നത്. ബസ് അങ്ങ് ദൂരെ ഇതാ ഇറങ്ങി വരികയാണ്. ഇവിടത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വഴി പോലും ഇല്ല. അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പാക്കേജ് ഇല്ലേ, അതൊക്കെയാണ് കൂടുതൽ ഇങ്ങോട്ട് വരുന്നത്. okay guys, listen up. So here we are, this is our next spot. The viewpoint was the Seven Sister Waterfall. Okay, first of all I'll tell you about the Seven Sister Waterfall. It is called Seven Sister Waterfall because it represents the 7th state of Northeast, not because it has 7 waterfall. Okay, it is one waterfall only,
but it is called Seven Sister because it represents the seventh state of Northeast. So Seven Sister waterfall is a rain-fed waterfall. Okay, so most during the monsoon season it is completely thrashing with water, but during the dry season it completely dries up. So this side is where the Seven Sister waterfall is. Maybe little bit of water is there, maybe it's still visible. If there is visibility, you can see a little bit of water there. Okay, so here we are staying for 15 minutes. After this we're going for Eco Park. There you'll be having your lunch also, and there again you'll be seeing the Seven Sister up close. റോഡുള്ള ഈ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തേക്കാണ് വാട്ടർഫാളിൻ്റെ ആ ഒരു വ്യൂ ഉള്ളത്. അതായത് സെവൻ സിസ്റ്റേഴ്സ് വാട്ടർഫാൾ. ഇപ്പം ചെറിയൊരു കാഴ്ചയാണുള്ളത്, എന്നാലും കോടയുണ്ട്. ഇത് നേരെ ഒഴുകി ഇത് നേരെ അങ്ങനെ അതുവഴിയാണ് പോകുന്നത്. ഒരു മലയിടുക്കാണിത്, എന്നാലും കുറച്ചും കൂടെ വ്യക്തതയോടെ കാണാമെന്ന് പറയാം. കാരണം ആ മുകളിലുള്ള കോടയില്ലേ, അത് താഴോട്ട് വന്നാൽ പിന്നെ ഈ ഒരു വ്യക്തത കൂടി ഉണ്ടാവില്ല. ഇന്ത്യയിലെ ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണിത്. 315 മീറ്റർ ഉയരമാണ് ഇതിനാകെ ഉള്ളത്. ഇതിൻ്റെ യഥാർത്ഥ പേര് കുറച്ച് പറയാൻ ബുദ്ധിമുട്ടാണ്. നൊഹുസിന്ദിക്തിയാങ് അങ്ങനെയാണ് ശരിക്കും, പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. അതാണ് ശരിക്കും പേര്. സെവൻ സിസ്റ്റേഴ്സ് എന്നാണ് ഇതിനെ പൊതുവെ വിളിക്കുന്നത്. കാരണം ആ ഒരു നേരത്തെ തന്നെ ആ ഒരു ഗൈഡ് പറഞ്ഞല്ലോ 7 സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണെന്ന്. അപ്പം അതുകൊണ്ടാണ് ആ ഒരു പേര് ഇതിന് കിട്ടിയത്. 7 ഭാഗങ്ങളായിട്ട് ഒഴുകി വരുന്ന സെവൻ സിസ്റ്റേഴ്സ് വെള്ളച്ചാട്ടം കണ്ടല്ലോ. അതായത് നോർത്ത് ഈസ്റ്റിലൊക്കെ 7 സംസ്ഥാനങ്ങളാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ മേഘാലയ, അസം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂര്, മിസോറാം, ത്രിപുര. അതുപോലെ തന്നെ ഈ ഒരു ഗാസി റിലേറ്റഡ് ആയിട്ട് ഇവിടുത്തെ ഒരു നാടോടി കഥയിൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് 7 സഹോദരിമാര് അയൽ ഗ്രാമത്തിലെ 7 സഹോദരന്മാരെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കേണ്ടായി. എന്നാൽ അവരുടെ വിവാഹം എന്താ പറയാ തടസ്സപ്പെടുകയുണ്ടായി. അതിനുശേഷം ആ ഒരു വിലക്കപ്പെട്ടത് കൊണ്ടും ആ ഒരു നഷ്ടപ്രണയത്തിൽ 7 സഹോദരിമാരുടെ കരയുകയും ആ ഒരു കരത്തിൽ പിന്നീട് വെള്ളച്ചാട്ടമായിട്ട് രൂപാന്തരപ്പെടുകയാണെന്ന് നാടോടി കഥയിൽ പറയുന്നു. അടുത്തതായി ഇനി പോകുന്നത് ഇക്കോ പാർക്കിലേക്കാണ്. അവിടെ തന്നെയാണ് മിസ്സിംഗ് ഫാൾസും ഉള്ളത്. ഇക്കോ പാർക്കിലേക്ക് പോകാനുള്ള വഴി ഇതാണ്. ഇവിടെ തന്നെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്. Here we are. This is the second last spot of the tour, the Eco Park. I just told you before, here in the Eco Park, what you'll be seeing. Okay, the Seven Sister waterfall tip, the edge of the waterfall here. When you enter the park, when you go down to the left side is where the Seven Sister waterfall is located, and there's a beautiful view. If there is no cloud, you'll be seeing a beautiful view of the valleys at the edge of the park. And there's some playground for children. And there's one more waterfall. If it is not dried up, there's one more waterfall known as the missing waterfall. After the waterfall fall down, we don't know where it goes. Okay, it's still a mystery till date. No one has yet discovered that. So it is called the missing waterfall. ഇക്കോ പാർക്ക് ഈ ഭാഗത്തേക്കാണേ. ഇവിടെ വന്നപ്പോൾ കണ്ട 3 ബസ്സുകൾ, ഇതൊരു വെറൈറ്റി ബസ് തന്നെയാണ്. അവിടെ ഷില്ലോങ് എന്നൊക്കെ എഴുതി കാണാം. ഇവിടെ അതിൻ്റെ ആ ഒരു ടയറൊക്കെ കണ്ട ഗെറ്റപ്പാണ്. അതായത് സെറ്റ് വണ്ടിയാണ്. എനിക്ക് നല്ലോണം ഇത് ഇഷ്ടപ്പെട്ട്. ഇത് റൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്. ഇവിടെ ഇപ്പം നിലവിൽ 3 ബസ്സുകളുണ്ട്. ഇതിൻ്റെ വിൻഡോ ഒക്കെ കണ്ട. ഇത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ടൈപ്പ് ബസ് ഞാൻ കാണുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാം. ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റുകളുണ്ട്. നമ്മുടെ വണ്ടി നിർത്തിയത് ഇവിടെയാണ്. ഇവിടെ എല്ലാ ഭാഗത്തും ഉണ്ട്. ഇവിടെയാണ് നല്ല ഫുഡൊക്കെ കിട്ടുന്നത്. നോക്കി കയറാം. ആ ഭാഗത്തും കാണാം. ഇവിടെ ആകെ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ. അവിടുത്തെ മെനു കാർഡൊക്കെ കണ്ടപ്പം അധികം ഇഷ്ടപ്പെട്ടില്ല. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് വേറെ എന്തെങ്കിലും ലഘുവായിട്ട് കഴിക്കാം. അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. നേരത്തെ കണ്ട ആ ബസ്സില്ലേ, ആ ബസ്സിൻ്റെ ഒരു പിറകുഭാഗം എങ്ങനെയാണ്. ഇതുപോലെയുള്ള ബസ്സുകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്താകും അല്ലേ. എൻ്റെ ടയർ സൈസ് തന്നെ എത്രയുണ്ട്. വിൻഡോ വളരെ ചെറുതാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഇക്കോ പാർക്കിൻ്റെ ആ ഭാഗത്തേക്ക് പോവാം. ഇക്കോ പാർക്കിലേക്ക് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വന്നത് 20 രൂപയാണ്. ഇതിൻ്റെ അകത്തേക്ക് കയറി. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ടോയ്ലറ്റ് സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് കടകളൊക്കെ കാണാം. പാർക്കിൻ്റെ അകത്തേക്ക് കയറിയേ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പാർക്കൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതുവഴിയൊക്കെ നമുക്ക് നടക്കാം. ആദ്യം ഇതുവഴി പോയിട്ട് അതൊരു വ്യൂ ആണെന്നാണ് തോന്നുന്നത്. അവിടുത്തെ കാഴ്ച എന്താണെന്ന് നോക്കാം. ഇവിടെ ഈ ഭാഗത്തുനിന്ന് നല്ല വ്യൂ ഉണ്ട്. പക്ഷേ കോട കാരണം ഒന്നും വ്യക്തമാകുന്നില്ല. പിന്നെ ബൈനാക്കുലർ ഒരാൾക്ക് 10 രൂപ എന്നുള്ള ഒരു ബോർഡൊക്കെ ഉണ്ട് ഇവിടെ. അതായത് ഇവിടുന്ന് നല്ല വ്യൂ ഒക്കെയാണ് കിട്ടുക. അപ്പം അതിനാണ് ഇതൊക്കെ.
താഴെ ഭാഗത്തെ കാണുന്നൊരു കാഴ്ച ഇതാണ്. ഇതുവഴി ഇങ്ങനെ നടന്നു പോവാം. ഈ പാറയുടെ ഇടയിലൂടെയൊക്കെ വെള്ളം ഇറങ്ങി താഴോട്ട് പോവുകയാണ്. ഒഴുകി വരുന്ന ആ വെള്ളം നേരെ താഴേക്കാണ് പതിക്കുന്നത്. ഒരുപാട് താഴ്ചയിലേക്കാണ് അത് പോവുക. പക്ഷേ ആ നേരത്തെ നമ്മൾ പോയ ഭാഗത്ത് നിന്ന്, അതായത് ആ ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇത് കാണില്ല. കാരണം മുഴുവനും കോടയല്ലേ. ഇതിപ്പോൾ തന്നെ ഇവിടുന്ന് ഇതിൻ്റെ വ്യക്തത കുറഞ്ഞു വരികയാണ്. അതായത് ആ പാലത്തിൻ്റെ അതിലൂടെയൊക്കെ നടന്നങ്ങനെ പോവാം. ഈ ഭാഗം വഴിയൊക്കെ നടന്നിട്ട് പോവാം. ഒരുപാട് പേര് അവിടെ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. നേരത്തെ വെള്ളം താഴോട്ട് പതിക്കുന്നത് കണ്ടില്ലേ, അതിതാണ് നേരെ ഒഴുകി പോവുക. ഈ ഭാഗം വരെയാണ് ശരിക്കും വരാനുള്ള പെർമിഷൻ ഉള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അവിടെ ആ ഒരു വേലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുവഴി നേരെ നടന്നിട്ട് ആ കുറച്ചും കൂടെ മുകളിലേക്ക് കയറിയാൽ വേറെ വല്ല വ്യൂ കിട്ടുമോ നമുക്ക് നോക്കാം. ഈ അറ്റം വഴി ഇങ്ങനെ നടക്കാം. മെയിനായിട്ട് ഇപ്പം മേഘാലയ വന്നിട്ട് ടോട്ടലി കണ്ടത്, അതായത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കണ്ടത് ഈ കോടയാണ്. കാരണം ഇവിടെ വന്നതിന് ശേഷം ഒരു മഴ പെയ്തിട്ടില്ല. അതാണ്, മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ കോട ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. മഴ പെയ്യണം എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. എന്തായാലും ഒരു 4-5 മണിയാവും ഇവിടെ മഴയൊക്കെ പെയ്യണമെങ്കിൽ. കാരണം ഇപ്പോഴത്തെ ഇത് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. മേഘാലയ എന്ന് പറയുന്നത് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുടെ നാടാണ്. ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ വേണ്ടി കഴിയുമല്ലോ. ഈ കഴിയുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫോഗില്ലേ, ഈ ഫോഗിൻ്റെ കാര്യമല്ല. ഫോഗ് വന്നാൽ പിന്നെ ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. അല്ലാതെ തന്നെ എല്ലാം കാണാൻ വേണ്ടി കഴിയും. പക്ഷേ കാണാൻ കഴിയാത്തൊരു വെള്ളച്ചാട്ടമുണ്ട് മേഘാലയയിൽ. അതാണ് ഈ ഒരു ഇക്കോ പാർക്കിലുള്ളത്. മിസ്സിംഗ് വാട്ടർഫാൾസ് എന്നാണ് അതിന് പേര് വരുന്നത്. പേര് പോലെ തന്നെയാണ്, മിസ്സിംഗ്. അതായത് നമ്മൾ ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് എന്താ പറയുക, ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു കിണർ പോലെ ആയിരിക്കും തോന്നുക. പക്ഷെ നമ്മൾ അടുത്തെത്തുന്ന സമയത്ത് എന്താ പറയുക, ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. പക്ഷെ നമുക്കത് കാണാൻ വേണ്ടി കഴിയില്ല. നിങ്ങൾ ഈ ശബ്ദം മാത്രം കേട്ടോ. ഇവിടെ താഴെ ഈ വെള്ളത്തിൻ്റെ ഇവിടെ ഒരുപാട് പേര് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. അതായത് അവിടെ നിന്ന് താഴോട്ടാണ് വെള്ളം പതിക്കുക. അതായത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമാണ് നേരത്തെ ആ താഴെ ഭാഗത്ത് പോയപ്പോൾ കേട്ടത്. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. നോക്കിയേ, എത്ര അടുത്താണെന്ന് നോക്കിയേ. ഒരടി തെറ്റിയ എത്ര താഴ്ചയിലേക്കാണ് പോവാന്നറിയോ. പ്രത്യേകിച്ച് വഴുക്കലും കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നും പറയണ്ട. അതിലൂടെ ഒരു പട്ടിക്കൂട്ടം കൂടെ പോകുന്നുണ്ട്. അതാ അപ്പോൾ ഇതിൻ്റെ ശബ്ദമാണ് അവിടുന്ന് കേട്ടത്. അപ്പോൾ ഈ ഫോഗ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാഴ്ച കിട്ടിയേനെ. ആദ്യം വന്ന സമയത്ത് ഇവിടെ മുഴുവനും കോടയായിരുന്നു. കണ്ട ആ വെള്ളച്ചാട്ടം വരുന്നത്. അതായത് നേരത്തെ അവിടെയായിരുന്നു ആൾക്കാരൊക്കെ വന്ന് നിന്നത്. അതായത് ആ ഒരു അറ്റത്ത് ആ വെള്ളച്ചാട്ടമാണിത്. അതിൻ്റെ ശബ്ദമാണ് നേരത്തെ ഇവിടുന്ന് കേട്ടത്. നേരെ ഇതുവഴി ഒഴുകി അങ്ങ് എത്രയോ താഴ്ചയിലേക്കാണ് ഇത് ഒഴുകി പോകുന്നത്. ഞങ്ങൾ അവിടേക്ക് എന്തൊക്കെയോ പൊട്ടുപൊട്ട് പോലെ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തെ കോടയൊക്കെ ഇതാ ഇറങ്ങി വരികയാണ്. എത്രയോ ബെറ്ററായിട്ട് കാണാം. ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ടൊരു വ്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് പറയാം. കാരണം കിടിലനായിട്ട് കാണുന്നത് ഇപ്പോൾ ഇതാണ്. ഇപ്പോഴാണ് ഈ ഭാഗം മുഴുവനും ഒന്ന് വിസിബിളായി വന്നത്. ചെറിയൊരു വെയിലിൻ്റെ ശക്തി ഇങ്ങോട്ടുണ്ട്. അങ്ങ് കാണുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം. മേഘാലയയുടെ ഏത് ഭാഗത്ത് നോക്കിയാലും ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു വെള്ളച്ചാട്ടം കാണും. ഈ മലയുടെയൊക്കെ വലിപ്പം കണ്ട എത്രയുണ്ട്. ഇതൊക്കെ ഒരു മലയിടുക്കിലാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് കണ്ടോ, ഈ വെള്ളം നേരത്തെ പറഞ്ഞ പോലെ ഈ വെള്ളം ഒഴുകി നേരെ അതിലൂടെ അങ്ങാണ് പോവുക. ശരിക്കും ഇതൊക്കെ കാണുമ്പം ഒരു അത്ഭുതം തന്നെ. ആ ഇത്രയും വലിയൊരു പാറയുടെ ആ ഭാഗത്തു നിന്നാണ് ആ വെള്ളം തന്നെ വരുന്നത്. ഇവിടെ പ്രധാനമായും മിസ്സിംഗ് വാട്ടർഫാളിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതെന്തായാലും കാണാൻ പറ്റില്ലല്ലോ. ഇവിടെ 1 മണിക്കൂറാണ് അനുവദിച്ച സമയം. ഏകദേശം 1 മണിക്കൂർ ആവാനായി. ഈ ഭാഗത്തിൻ്റെ യഥാർത്ഥ മുഖം കാണണമെങ്കിൽ ഇവിടുത്തെ കോട മുഴുവനും മാറണം. എത്ര അടി താഴ്ചയാണ് ഇവിടെ. ഈ മലയില്ലേ അതിൻ്റെ മുകളിലായി കുറച്ച് കെട്ടിടങ്ങളൊക്കെ കാണാം. അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള വ്യൂ എന്താവും അല്ലേ. ഇതാ ഇവിടെ ആ ഭാഗത്ത് ചെറിയൊരു വാട്ടർഫാളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അതിനൊന്നും വലിയ ശക്തിയൊന്നുമില്ല.
ഈ ചിറാപുഞ്ചിനെ കുറിച്ചിട്ട് നമ്മളായാലും നിങ്ങളായാലും എല്ലാവരും കേട്ടൊരു കാര്യമാണ്, വർഷത്തിൽ 365 ദിവസവും മഴ പെയ്യുന്ന ഒരു സ്ഥലമാണെന്ന്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇപ്പം നമ്മൾ വന്ന സമയത്ത് പോലും ഒരു തുള്ളി പോലും ഇവിടെ മഴ പെയ്തിട്ടില്ല. പക്ഷേ നല്ല രീതിയിൽ ഈർപ്പമുള്ളൊരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഈ നമ്മുടെ ഒരു റെക്കോർഡുണ്ട്, അതായത് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഒരു സ്ഥലമായിട്ട് ഈ ചിറാപുഞ്ചിക്ക് റെക്കോർഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല. ഞാൻ നേരത്തെ തന്നെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായി, മേഘാലയത്തിൽ തന്നെ മൗസിൻ റാവ് എന്ന് പറഞ്ഞ മറ്റൊരു ഗ്രാമമാണ് ഇപ്പോൾ ആ ഒരു റെക്കോർഡുള്ളത്. ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഗ്രാമവും അത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ചിറാപുഞ്ചി ശരിക്കും പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നത് മേഘാലയത്തെ ഈസ്റ്റ് ഗാസി ഹിൽസിലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ശരിക്കും ഒരു ഔദ്യോഗിക നാമം, അതായത് നമ്മൾ ഗാസി ഭാഷയിൽ പറയുകയാണെങ്കിൽ സൊറ എന്ന് പറയും. അതാണ് നമ്മൾ ടൗണൊക്കെ കണ്ടില്ലേ, അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പേര് വരുന്നത്. പക്ഷേ നമ്മൾ ഈ ടൂറിസ്റ്റുകളായാലും ഒരുപാട് പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരുന്നില്ലേ, അവരാണ് ഈ പറഞ്ഞ ചിറാപുഞ്ചി എന്ന് വിളിച്ചിട്ട് ആ പേര് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിന് വേറൊരു കാരണം കൂടി ഉണ്ട് വരാൻ. അതായത് ബ്രിട്ടീഷുകാർ ഈ ചിറാപുഞ്ചിന ഈ സൊറ എന്നുള്ള പേരില്ലേ, അത് ചെറ എന്ന് പറഞ്ഞിട്ട് തെറ്റായ രീതിയിലാണ് ഉച്ചരിച്ചത്. പിന്നെ പുഞ്ചി എന്ന് പറഞ്ഞാൽ ബംഗാളി ഭാഷയിൽ ഈ ഗ്രാമങ്ങളുടെ കൂട്ടെന്നാണ്. അങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ ഓറഞ്ചുകളുടെ നാട് എന്നാണ് ചിറാപുഞ്ചി എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ തെറ്റായി പറഞ്ഞാണ് ആ ഒരു പേര് ഇതിന് വന്നത്. ഇവിടെ ഗാസി ട്രഡീഷണൽ ഡ്രസ്സൊക്കെ കിട്ടും. ഇവരിതാ ഇട്ടിട്ട് പോകുന്നുണ്ടോ? ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. സമയം 3:50. ഒരു 4:30 ആകുമ്പോഴേ ഇവിടെ നല്ല ഇരുട്ട് വരും. അതിനു മുന്നേ അടുത്ത സ്ഥലം കാണണം. ഇവിടെ ഒരുപാട് ഹോം സ്റ്റേകളുണ്ട്. അതായത് ഇവിടെ നല്ല ക്ലൈമറ്റാണ്, അതായത് നല്ല തണുപ്പാണ്. അടുത്ത ഭാഗത്തേക്ക് ഒരു 9 കിലോമീറ്റർ ഉണ്ട് ദൂരം. ഇവിടേക്കായി കാണുന്നത് തന്നെയാണ് ചിറാപുഞ്ചി ആ ഒരു നഗരത്തിൻ്റെ കാഴ്ചകൾ. അതായത് ഇത് ഓരോ ഭാഗത്തായിട്ടാണ് ഉള്ളത്, ചിതറിക്കിടക്കുകയാണ്. സൊറ എന്നാണ് ഈ ഒരു പട്ടണത്തിൻ്റെ യഥാർത്ഥ പേര്, സൊറ അഥവാ സൊഹറ. ഈ യാത്രയിലെ അവസാന ഡെസ്റ്റിനേഷനായ വാഗ് ഹബ ഫാൾസിലേക്കാണ് ഇനി പോകുന്നത്. ഈ പാക്കേജിലാകെ 8 സ്ഥലങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 4 സ്ഥലങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ വീഡിയോയിൽ 4 സ്ഥലവും ആ വീഡിയോയിൽ 4 സ്ഥലവും. ഇതൊക്കെ ഇവിടുത്തെ ടാക്സികളാണ്. ഈ ഭാഗത്തൊന്നും അധികം ബസ്സുകളൊന്നുമില്ല. ഇതുപോലുള്ള വണ്ടികൾ കാണാൻ സാധാരണ. The tour, the Wakaba waterfall. Okay, that is the entry of the Wakaba waterfall viewpoint. You cannot go towards the waterfall, it's just a viewpoint. Okay, you'll be seeing the waterfall from afar. But I'm not sure whether the waterfall is visible or not. It's up to you, it's your choice whether you want to go in or not. We are staying here for 15 minutes. 4:30 we'll leave from here. The entry fees is required. 4:30 is the, 20 rupees is the entry fees, okay? വെൽക്കം ടു വാഗ് ഹബ ഫാൾസ്. അപ്പോൾ ഇതിൻ്റെ ഒരു നല്ലൊരു വ്യൂ ഇവിടെ നിന്നാണ് കിട്ടുക. നവി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. 20 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീ. ഇനിയിപ്പോൾ ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ച, വെള്ളച്ചാട്ടം ഇവിടെ കാണാൻ പറ്റുമോ എന്ന് ആദ്യം നോക്കണം. കാരണം നേരത്തെയൊക്കെ കണ്ട പോലെ കോട ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. അങ്ങ് അവിടെയാണ് ഫാൾസ്, ആ ഭാഗത്താണ്. കുറച്ചുകൂടെ മുൻഭാഗത്തേക്ക് നടന്നു പോവാം. അപ്പോൾ എന്തായാലും നല്ലൊരു ക്ലിയർ ഉണ്ടാവുമല്ലോ. ഈ സമയത്ത് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. വലിയ കോടയില്ല, അതെന്തോ വലിയ ഭാഗ്യമായി. ഇതാണ് മാക്സിമം ഇവിടുന്ന് കാണാം. പിന്നെ ഈ ഭാഗത്തെ കാഴ്ച മലനിരകളാണ്. ഇതാണ് ഫാൾസ്. മുകൾ ഭാഗത്തു നിന്നാണ് ഒഴുകി നേരെ താഴേക്ക് പതിക്കുന്നത്. നേരെ ഇങ്ങനെ ഒഴുകി നേരെ അങ്ങനെ പോകും. റോഡുള്ളത് ഈ ഭാഗത്താണ്.
അവിടുന്ന് നേരെ നോക്കിയാൽ തന്നെ ഫാൾസ് കാണാം. അതായത് ശരിക്കും ഇപ്പോൾ ഇവിടെ ഒന്നും അധികം വെള്ളമില്ല, വെള്ളം അധികമായിട്ട് കാണുന്നില്ലല്ലോ, കാരണം ഇത്ര മാത്രമാണ് ഇപ്പം നിലവിൽ ഇവിടെ ഉള്ളത്. പക്ഷേ അത് നല്ല ഉയരത്തു നിന്നാണ് വരുന്നത്, നേരെ ശക്തിയിൽ തന്നെയാണ് താഴേക്ക് പതിക്കുന്നത്. പിന്നെ ആ താഴെ ഭാഗത്തെ കാഴ്ച കാണാത്തതിൻ്റെ പ്രശ്നം അവിടെ കോടയുണ്ടല്ലോ, അതാണ്. മുൻഭാഗത്തേക്ക് നോക്കിയാലും മലനിരകൾ തന്നെയാണ്. ഈ വാക്കബ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാല് മേലെ ഭാഗത്ത് നിന്ന് താഴേക്ക് ഏകദേശം 190 മീറ്റർ ഉയരത്തിലാണ് പതിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മേഘാലയ ഭാഗത്ത് വന്നപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ഇപ്പോൾ സന്ദർശിച്ചല്ലോ. ഒരുപാട് പ്രാദേശികമായ കഥകൾ പല സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയുവാണെങ്കിൽ ഇവിടുത്തെ 2 മലയില്ലേ, ആ ഒരു മല ഇടുക്കുവാകൂലേ, അതായത് ആ ഒരു ഭാഗത്ത് നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതിനൊരു വ്യൂ നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ 2 യക്ഷികൾ താമസിക്കുന്നുണ്ട്. പ്രാദേശികമായിട്ടുള്ള കഥകളൊക്കെ പറയുന്നുണ്ട്. സത്യമാണെന്ന് അറിയില്ല, കാരണം ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും പല ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇവിടെ ഇപ്പൊ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ നല്ല തണുപ്പാണ്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കാറ്റും ഉണ്ട്. ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ച കൂടിയാണ് താഴേക്ക്. അതായത് ഇനിയിപ്പം പെട്ടെന്ന് തന്നെ ഇരുട്ട് വരും, ഒരു 4:30 ആവുന്ന സമയത്ത് തന്നെ ഇവിടെ ഇരുട്ട് വരും. അതുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് തന്നെ എല്ലാ സ്ഥലത്തേക്കും നമ്മളെ കൊണ്ടുപോയത്. ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞല്ലോ. നേരത്തെ പറഞ്ഞ സമയത്ത് തന്നെ ഒരുപാട് ഫോഗ് വരുന്നൊക്കെ പറഞ്ഞല്ലോ, അതായത് മേഘങ്ങള്, പേര് പോലെ തന്നെ മേഘാലയ മുഴുവൻ മേഘങ്ങൾ മാത്രം. വാക്കബ വെള്ളച്ചാട്ടത്തിന്റെ ഈ ഭാഗത്തുനിന്ന് ഇനി ഞങ്ങൾ മടങ്ങുകയാണ്. എന്തായാലും മേഘാലയയിൽ വന്നിട്ട് എല്ലാ ഫാൾസും വ്യക്തതയോടെ തന്നെ കാണാൻ പറ്റിയതാ. ഇപ്പോഴാണ് ഇവിടത്തേക്ക് ഫോഗ് കയറി വരുന്നത്. ഇനി ഇവിടുന്ന് നമുക്ക് ബസ് ഉള്ള ഒരു ഭാഗത്തേക്ക് പോവാം. എന്തായാലും ആ ഒരു നമുക്ക് പറഞ്ഞിരിക്കുന്ന സമയമില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ അത്രേ വേണ്ടു. അവിടെ നിന്ന് ഇപ്പോൾ ഹോണടി തുടങ്ങി, കാരണം ഇവിടേക്ക് ഇത്ര കണ്ട് വരേണ്ട ഒരു ടൈം മാത്രം മതി. ഇനി ഇവിടുന്ന് ഷില്ലോങ്ങിലേക്ക് 46 കിലോമീറ്റർ ആണ് ദൂരമുള്ളത്. വാട്ടർഫാളുള്ള ഭാഗത്ത് ഇപ്പോൾ മുഴുവനും ഫോഗായി. ഇനിയിപ്പോൾ അവിടുന്ന് ആ ഒരു വ്യൂ കിട്ടില്ല. ചിറാപുഞ്ചിയോടും വിട പറയുകയാണ്. സമയം ഇപ്പോൾ 5 മണിയായി. ഈ യാത്രയിൽ ആദ്യം ഡെസ്റ്റിനേഷൻ ഇതായിരുന്നു, മാബ്ടോക്ക് ടിംപക് വാലി. ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട്, ഇവിടെയാണ് ആ പാലം. രാവിലെ ആദ്യം വന്നത് ഇവിടെയായിരുന്നു. ചെറിയൊരു പട്ടണത്തിലേക്ക് ഇതാ ബസ്സെത്തി. ഇത് മീറ്റാണ്, ഇറച്ചിക്കട ഇവിടെയൊക്കെ കാണാം. പോർക്കും അതുപോലെ തന്നെ ചിക്കനുമാണ്. ഷില്ലോങ് നഗരത്തിലേക്ക് ബസ് എത്തുകയാണ്. 7 മണിയായി. ഇവിടെ 1 മണിക്കൂർ ഈ ബ്ലോക്കിൽ പെട്ടിട്ട് 6 മണി സമയത്ത് എത്തേണ്ടതാണ്. ഒരുപാട് കിലോമീറ്റർ ഇങ്ങനെ തന്നെ. ഒരു ആംബുലൻസ് ആണ്. എന്തൊരു ബ്ലോക്കാണെന്ന് നോക്കി. ശരിക്കും ഇത്ര ബ്ലോക്ക് വരാൻ കാരണം ഇത് ചെറിയ റോഡുകളാണ്, അതാണ് മെയിൻ. ഇപ്പൊ ഇവിടുന്ന് നമുക്ക് ഇറങ്ങാനുള്ള സമയത്തേക്ക് 2 കിലോമീറ്ററേ ഉള്ളൂ. മേഘാലയ സെക്രട്ടേറിയറ്റ് ആണിത്. ഈ ബസ്സിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയി. ഇനി 500 മീറ്ററും കൂടെ പോകാനുള്ളൂ. നമുക്കെന്നാലും ഇവിടെ ഇറങ്ങാം അല്ലേ? അതെ, ഓക്കെ. ഇനി നടന്നിട്ട് പോവാം, വെറുതെ ഈ ഒരു ബ്ലോക്കിൽ കിടക്കണ്ടല്ലോ. അപ്പോൾ വന്ന ഒരു ബസ്സിനോടൊക്കെ ഇവിടെ പറയുകയാണ്. നമുക്കിതാ ഇവിടെ അടുത്ത് തന്നെയാണ്. വെറുതെ ആ ബസ്സിൽ എന്നിട്ട് ഇനി സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ, കാരണം ഇവിടുത്തെ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു 1.5 ബ്ലോക്കാണ്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്, കാരണം
ഇന്ന് നല്ല രീതിയിലൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല. ഇവിടെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ട ആ ഒരു പ്ലേസ്, പോലീസ് ബസാർ. ഷില്ലോങ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ആ ഒരു ഭാഗമൊക്കെ കാണാം. ഇവിടെ 6 മണിക്ക് തന്നെ എത്തേണ്ടതാണ്. ഈ ബ്ലോക്കാണ് ശരിക്കും പറഞ്ഞാൽ ചതിച്ചത്. അവിടെ നിന്ന് നടന്നത് എന്തായാലും നന്നായി. ഇവിടെ ഒരു കാണുന്ന സ്ട്രീറ്റില്ലേ, ഈ ഭാഗത്ത് തന്നെ കുറച്ച് റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പം നേരെ അവിടത്തേക്ക് പോകാം. രാത്രിക്ക് ഈ ഭാഗത്തെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. കഴിഞ്ഞ ദിവസം വന്ന സമയത്തൊക്കെ നല്ല മഴയായിരുന്നു. ഇപ്പം മഴയൊന്നുമില്ല. ഷില്ലോങ്ങിലെ ഏറ്റവും തിരക്കേറിയൊരു സ്ട്രീറ്റ് ഇത് തന്നെയാണ്. അതായത് ആ ഒരു പോലീസ് ബസാറിൻ്റെ നേരെയുള്ള ഭാഗത്ത്. ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ വന്നേ കഴിക്കുന്നത് ചോള ഭട്ടൂരയും ഒരു വെജ് കറിയുമാണ്. പിന്നെ കൂടെ തന്നെ 2 ചായയും കൂടെ വാങ്ങി. കാരണം നല്ല തണുപ്പല്ലേ അല്ലേ? നല്ല തണുപ്പുണ്ട്. ഈ ഷില്ലോങ്ങിൽ എത്തിയ സമയത്താണ് നല്ല തണുപ്പ് കൂടി വന്നത്. അങ്ങനെ റൂമിൽ തിരിച്ചെത്തിരിക്കുകയാണ്. ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഒരു മസാല ദോശ കൂടെ പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് എവിടുന്ന് വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ മദ്രാസ് കഫേ, അതായത് ആ ഒരു സ്ട്രീറ്റിന്റെ അവിടെ തന്നെയാണ്. ഈ ഒരു മസാല ദോശക്കായത് 170 രൂപയാണ്. ഞങ്ങൾ ഇന്ന് പോയ മേഘാലയ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ചിറാപുഞ്ചി പാക്കേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരാൾക്ക് 600 രൂപയാണ് ആയത്. രാവിലെ 8 മണിക്കാണ് പുറപ്പെടുക. വൈകുന്നേരം 6 മണി ആ സമയത്താകുമ്പോൾ ഇവിടെ ഡ്രോപ്പ് ചെയ്യും. പക്ഷെ ആ ബ്ലോക്ക് കാരണമാണ് ലേറ്റ് ആയത്. അതുപോലെ തന്നെ ഇതിന്റെ ടിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നത് തലേദിവസം തന്നെ നമുക്ക് ആ ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ തന്നെ ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞങ്ങൾ ഇവിടുത്തെ ഷില്ലോങ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റു പാക്കേജ് എന്ന് പറഞ്ഞാൽ 3 എണ്ണം കൊണ്ട് ബാക്കി ഞങ്ങൾ പോകാൻ ആഗ്രഹിച്ച ദൗക്കി, ആ ഒരു മനിലോങ്, മറ്റേ നമ്മുടെ ക്ലീനസ്റ്റ് വില്ലേജ് ഇല്ലേ, അപ്പം അവിടത്തേക്ക് ലാൻഡ് സ്ലൈഡ് കാരണമാണ് പോകാൻ പറ്റാതിരുന്നത്. അത് അപ്കമിങ് എപ്പെങ്കിലും നമുക്ക് മേഘാലയ വരുന്ന സമയത്ത് എക്സ്പ്ലോർ ചെയ്യാം. അതുപോലെ തന്നെ അതിന്റെയൊക്കെ പാക്കേജ് വരുന്നത് 800 രൂപയ്ക്കാണ് വരുന്നത്. പിന്നെ നമ്മുടെ എന്താ പറയുക ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന മൗസിൻ റോങ്ങിലേക്കൊക്കെ അത് പാക്കേജ് ഉണ്ട്. അതും 800 രൂപയാണ് വരുന്നത്. അവിടെ ഒരുപാട് കാണാനുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഷില്ലോങ് എക്സ്പ്ലോറിങ്ങിനായിട്ട് തന്നെ ഇവർക്ക് ഒരു പാക്കേജ് ഉണ്ട്. അത് 500 രൂപ എങ്ങാണ്ട് വരുന്നില്ല. അത് ഇത്രക്കും സമയമൊന്നും വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഈ മേഘാലയ തന്നെ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഇത് വ്യത്യസ്തമായിട്ടൊരു റൂട്ടാണല്ലോ. എന്തായാലും എല്ലാം ഒരുമിച്ച് ചെയ്യേണ്ട, നമുക്ക് വീണ്ടും വരാമല്ലോ. അതെ. പിന്നെ വേറെ എടുത്തൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നമ്മൾ ഈ ഒരു മേഘാലയയിൽ വരുന്ന സമയത്ത് ഷില്ലോങ്ങിൽ വന്നിട്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുമല്ലോ. അപ്പൊ 3 രീതികളിൽ നമുക്ക് പോവാം. ഒന്ന് വെച്ചാൽ ഓരോ പൈസ എടുത്തു പറയുന്ന സമയത്താണേ. ഒന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ ടാക്സി ആക്കിയിട്ട് പോവാം. ഒന്ന് വെച്ചാൽ നമുക്ക് റെന്റ്, അതായത് 2 വീലർ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, മിക്കവാറും കാർ എടുക്കേണ്ടി വരും. അങ്ങനെ പോവാം. ഇല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു വഴി പോവാം. ഇത് 3 വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ കുറവ്, അതായത് ചീപ്പായിട്ടൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നതൊക്കെ ആണെങ്കിൽ ഇത് തന്നെയാണ്. കാരണം ഇന്നൊരു ചിറാപ്പുഞ്ചി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരാൾക്ക് 600 രൂപ കൊണ്ടാണ് നമ്മൾ കണ്ടു തീർത്തത്. ഇനിയിപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ നേരെ ഗുവാഹട്ടിയിലേക്ക് പോവുകയാണ്. ഗുവാഹട്ടിയിലത്തെ കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകളൊക്കെയാണ് അടുത്ത ദിവസത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ.